സിനിമാ സീരിയൽ താരം മീന ഗണേഷ് അന്തരിച്ചു. ഇന്ന് രാവിലെ ഷൊർണൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. വിട പറഞ്ഞത് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട താരമാണ്. ഒരു ചിത്രത്തിൽ ചിരിപ്പിക്കും, മറ്റൊരു ചിത്രത്തിൽ നൊമ്പരപ്പെടുത്തും. അങ്ങനെ 200ഓളം ചിത്രങ്ങൾ. പ്രേക്ഷകരുടെ മനസ്സ് നിറയ്ക്കുന്ന കഥാപാത്രങ്ങൾ സമ്മാനിച്ച മീന ഗണേഷ് വിട്ടുപിരിയുമ്പോൾ നഷ്ടമാകുന്നത് കഥാപാത്രങ്ങളുടെ വൈവിധ്യം കൊണ്ട് ഞെട്ടിച്ച അതുല്യ പ്രതിഭയാണ്. പറ്റില്ല, വെള്ളം ചൂടാക്കണം. ഇവിടെ പറഞ്ഞ വെള്ളം ചൂടാവോ? പോയി തീ പിടിപ്പിക്കോ. വെറുതെ അങ്ങോട്ട് പിടിക്കോ. പോയി വിറകെടുത്തോണ്ട് വരിക. വിറക് എടുത്തു വിചാരിക്കുക. പോയി വെള്ളം കോരിക്കേ. വെള്ളം കോരിയെന്നങ്ങോട്ട് വിചാരിക്കുക. ചെമ്പെടുത്ത് കെന്തിക്കരയ്ക്ക് നടന്നോളുക. ഞാൻ പുറകിലുണ്ടെന്ന് വിചാരിക്കുക. 1942 പാലക്കാട് കല്ലേക്കുളങ്ങരയിലാണ് മീന ഗണേഷിന്റെ ജനനം. ആദ്യകാല തമിഴ് നടൻ KP കേശവന്റെ മകളാണ്. കൊപ്പം ബ്രദേഴ്സ് ആർട്സ് ക്ലബിലൂടെ സ്കൂൾ പഠനകാലത്ത് നാടകരംഗത്തെത്തി. 19-ാം വയസ്സിലാണ് ആദ്യ നാടകത്തിൽ അരങ്ങേറ്റം കുറിച്ചത്. തുടർന്ന് നിരവധി നാടക സമിതിയിൽ മീന ഭാഗമായി. 1971 പ്രശസ്ത നാടകരചയിതാവും സംവിധായകനും നടനുമായ AN ഗണേഷിനെ വിവാഹം ചെയ്യുന്നത്. തുടർന്ന് മീനയും ഗണേഷും ചേർന്ന് പൗർണമി കലാമന്ദിർ എന്ന പേരിൽ ഷൊർണൂരിൽ ഒരു നാടക സമിതി ആരംഭിച്ചു. നാടകത്തിൽ നിന്നും വെള്ളിത്തിരയിലേക്ക് പോയ മീന 1976 പുറത്തിറങ്ങിയ മണിമുഴക്കം എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിലേക്ക് എത്തിയെങ്കിലും 1991 മുഖചിത്രം എന്ന സിനിമയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. തുടർന്ന് സിനിമയിൽ സജീവമായി മാറി. 200-ലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മീന വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും, വാൽക്കണ്ണാടി, നന്ദനം, മീശമാധവൻ, പുനരധിവാസം തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തു. സീരിയൽ സംവിധായകനായ മനോജ് ഗണേഷ്, സംഗീത എന്നിവരാണ് മക്കൾ. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ജീവിച്ച് മതിയായി എന്നും രാത്രി ഉറങ്ങുമ്പോൾ തന്നെ രാവിലെ എണീക്കരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉറങ്ങുന്നതെന്ന് മീന പറഞ്ഞിരുന്നു. ജീവിതം അത്രമേൽ മടുത്തിരുന്ന ഒരു ഘട്ടത്തിലേക്ക് മീന എത്തിയിരുന്നു. കലാഭവൻ മണി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ സഹായിച്ചേനെയെന്ന് മീന അവസാന നാളുകളിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, News 18.